നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആവേശോജ്വലമായ പ്രചാരണത്തിന്റെ അവസാനമായിട്ട് ഇന്നലെയായിരുന്നു കൊട്ടിക്കലാശം കേരളത്തിൽ നടന്നത്. വലിയ രീതിയിൽ തന്നെ എല്ലാ പാർട്ടികളും അവർക്ക് ഏറ്റവും വലിയ രീതിയിൽ തന്നെ കൊട്ടിക്കലാശ പരിപാടികളെല്ലാം തന്നെ പല മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ചില ഭാഗങ്ങളെല്ലാം തന്നെ നടന്നു. പക്ഷേ അവസാനം ചിലയിടങ്ങളിൽ അത് സംഘർഷത്തിന് ഇടയാക്കി. അത്തരത്തിൽ കരുനാഗപ്പള്ളിയിലും സംഘർഷം വലിയ രീതിയിൽ തന്നെ പിന്നീട് സംഭവിച്ചു. LDF UDF പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. സംഘർഷത്തിനിടെയുണ്ടായ കല്ലേറിൽ CR മഹേഷ് MLAക്ക് പരിക്കേറ്റു. CPI നേതാവ് സൂസൻ കൊടിക്കും ഒട്ടേറെ LDF UDF NDA പ്രവർത്തകർക്കും 4 പോലീസുകാർക്കും വഴിയാത്രക്കാർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. LDFന്റെയും UDFന്റെയും പ്രചാരണ വാഹനങ്ങളും അടിച്ചു തകർക്കപ്പെട്ടു. പരസ്യ പ്രചാരണ സമാപനത്തിനിടെ കരുനാഗപ്പള്ളി MLA CR മഹേഷ് അവിടെ നിൽക്കുകയായിരുന്നു. അതിനിടയിലായിരുന്നു വലിയൊരു കരിങ്കല്ല് മഹേഷിന്റെ നെഞ്ചിലോട്ട് വന്നത്. ഏതായാലും ഇന്ന് ജില്ലയിൽ അതിന്റെ ഭാഗമായി കരിദിനം ആചരിക്കും. ഉടൻ തന്നെ മഹേഷിന് അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും ഇന്ന് നിശബ്ദ പ്രചാരണമാണ് നടക്കുന്നത്. അതിനിടയിലാണ് കരുനാഗപ്പള്ളിയിൽ ഇന്ന് കറുത്ത ബാൻഡ് ധരിച്ച പ്രവർത്തകർ നിശബ്ദ പ്രചാരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണവും നമുക്ക് കേൾക്കാം. അതായത് ഞങ്ങളുടെ ജാഥ ഇവിടെ നിന്നിട്ട് എറണാകുളം പോലീസ് സ്റ്റേഷൻ മുൻവശം നാഷണൽ ഹൈവേയിൽ ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ യാതൊരു പ്രോബ്ലം ഞങ്ങളുടെ ഭാഗത്തുണ്ടായില്ല. ഞങ്ങളുടെ വാഹനങ്ങൾ അവിടെ 3 വാഹനങ്ങൾ കേട്ടോ, ഫ്രണ്ട് 3 വാഹനങ്ങളും ബാക്കി മുഴുവൻ പ്രവർത്തകരുമായിട്ട് ഞങ്ങൾ നോക്കി. ഞങ്ങളുടെ പ്രവർത്തകർ ഒത്തിരി പേരുണ്ടായിരുന്നു. 10,000-3000 പരം പേരുണ്ടായെങ്കിലും അവിടെ പറ്റിയവർ 1500, ബാക്കി 10,500-2000 പേര് ഞങ്ങളുടെ ഓഫീസിന് മുമ്പിലായിരുന്നു. ഞങ്ങളുടെ ഈ ജനങ്ങളുടെ കൂട്ടം കണ്ട് ഇവര് വെളി വെച്ചിട്ട് ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് DYFI പിള്ളേരെ കൊണ്ട് കല്ലെറിയിപ്പിക്കാനുണ്ടായിരുന്നു. കല്ലെറിയിപ്പിക്കുക ആദ്യം ഒരു KC പ്രവർത്തനം പിടിച്ച് പുറന്തള്ളി അവിടെ ആദ്യത്തെ പ്രശ്നം അതാ ഉണ്ടാകുന്നത്. അപ്പോൾ KC കാരനെ പിടിച്ച് തള്ളിയപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം കൂടെ ആ തള്ളിയവരെ ചോദ്യം ചെയ്തു.
അവിടെ തൊട്ട് അപ്പോൾ എറിയ തുടങ്ങിയതും ബാക്കി ഭാഗങ്ങളെല്ലാം അവിടെ വെച്ച് നടന്നത്. പക്ഷെ ഇതിനകത്ത് ഞങ്ങൾ സംശയിക്കുന്നത് ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. അവരുകൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം നടന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ലുണ്ടായ ഐക്യം JC വേണുഗോപാൽ വന്നു കഴിഞ്ഞപ്പോൾ ഈസിയാണ് JC എന്ന ഒരു സ്ഥിതി അവരുണ്ടാക്കിയിട്ടുള്ള ഒരു വിഭ്രാന്തി, അവരുടെ സിറ്റിംഗ് സീറ്റാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ള വിഭ്രാന്തി, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രകടനമാണിന്ന് നടന്നത്. യഥാർത്ഥത്തിൽ പോലീസ് ഇന്നലെ ഞങ്ങളുടെ പ്രവർത്തകരുമായി ധാരണയിലെത്തി ഇന്ന സ്ഥലങ്ങൾ ഇന്ന മുന്നണിക്ക് എന്ന് തീരുമാനിച്ചതാണ്. ഞങ്ങളുടെ പ്രവർത്തകർ ആ ധാരണയ്ക്ക് അനുകൂലമായ അല്ലെങ്കിൽ അത് അനുസരിച്ച് തന്നെയുള്ള നടപടികളാണ് ചെയ്തത്, നീങ്ങിയത്, പ്രകടനം നടത്തിയത്. അതിലേക്ക് കടന്നുകയറി പ്രതിരോധം തീർത്ത് സംഘർഷാവസ്ഥ ഉണ്ടാക്കി ബോധപൂർവം കല്ലെറിയുകയാണ്. എവിടെ നിന്നാണ് കല്ലവർ കരുതിക്കൊണ്ടുവന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഇത് മുൻ തീരുമാനമനുസരിച്ചുള്ള ഒരു നടപടിക്രമം. MLA-ക്കുൾപ്പെടെ സുരക്ഷിതത്വമില്ലാത്ത ഒരു കാലം. അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് ഏറ്റിരിക്കുന്ന ആഘാതം, കല്ലിന്റെ ഏറ്, കയ്യിലേറ്റിരിക്കുന്ന അടി. MLA-യോടൊപ്പം എത്രയോ പ്രവർത്തകന്മാർ, ഒരാളിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു, ഒരാളിനെ NS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു, മറ്റു പല ഹോസ്പിറ്റലുകളിൽ. അപ്പോൾ വളരെ സമാധാനപരമായി ഈ നമ്മുടെ രാജ്യത്ത് നടക്കേണ്ട തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണോ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം എന്ന് പോലും ഞങ്ങൾ സംശയിക്കും. പോലീസ് ഈ കാര്യത്തിൽ നിസ്സഹായരായി നിൽക്കുന്നു എന്ന കാഴ്ച അതിദയനീയമാണ്. SCPയുടെ നേതൃത്വത്തിലുള്ള പോലീസിന് ഈ സംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയാത്തത് ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്.